പഴയങ്ങാടിയിൽ +2 വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ച അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ ബി.എഡ് ട്രെയിനി ലിജോ ജോണിക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പരാതി. സ്കൂൾ ടൂറിനിടെയുണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യം തീർക്കാനാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയും. നല്ല അടി അടിച്ചു, ഇങ്ങനെ പിടിച്ച് ബോക്സിങ് അടിച്ചു, പട്ടികൾ അങ്ങനെ കുത്തി എന്നെ വട്ടക്കഷ്ണം വെച്ചിട്ട് മുഖത്തടിച്ചു. കയ്യിലും കാലിലും പുറത്തും മുഖത്തും മടികൊണ്ട് രക്തം കട്ടപിടിച്ചിട്ടും ആക്രമണ വിവരം കുട്ടികൾ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഭീഷണിയെ തുടർന്ന് ആരോടും പറയാതെ ഒളിച്ചുവച്ച വിവരം മർദ്ദനത്തിന്റെ പാടുകൾ വീട്ടുകാർ കണ്ടതോടെ പുറത്തായി. ഇതോടെയാണ് സ്കൂളിലെ ബി.എഡ് ട്രെയിനി അധ്യാപകൻ ലിജോ ജോണിന്റെ ക്രൂരതയും കുറ്റവാസനയും നാടറിയുന്നത്. സംഭവങ്ങളുടെ തുടക്കം ഡിസംബർ 5-നാണ്. പരാതിയിൽ പറയുന്നത് ഇങ്ങനെ: സ്കൂൾ ടൂറിനിടെ അടിമാലിയിൽ വെച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരു DJ പാർട്ടി സംഘടിപ്പിച്ചു. ഇതിനിടയിൽ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായി എന്ന് ഒരു പെൺകുട്ടി സഹപാഠികളായ ആൺകുട്ടികളോട് പറയുകയും അവർ അധ്യാപകനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചെറിയ കയ്യാങ്കളിയിലേക്ക് എത്തിയെങ്കിലും പ്രശ്നം അവിടെ അവസാനിപ്പിച്ച് ടൂർ തുടർന്നു. നാട്ടിൽ തിരിച്ചെത്തിയ അധ്യാപകൻ 9-ാം തീയതി കവ്വായി സ്വദേശികളായ 3 വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് പഴയങ്ങാടിയിലെത്താൻ ആവശ്യപ്പെടുന്നു. ടൂറിനിടെ തന്നെ മർദ്ദിച്ചതായി കേസ് കൊടുക്കുമെന്നും അതൊഴിവാക്കാൻ ഉറപ്പായും വരണമെന്നുമായിരുന്നു അധ്യാപകൻ അറിയിച്ചത്. പഴയങ്ങാടിയിലെത്തിയ വിദ്യാർത്ഥികളെ ലിജോയും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചു. കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവരാണ് ചെറിയ കാര്യങ്ങളാണ് തീരുന്നത്. പിന്നെ ആളെ പറയുന്നില്ല, അടിക്കും. പണ്ട കഷ്ണത്തിന് മുളവടി പോലത്തെ വലിയ വടി, മരത്തിൻ്റെ ഒരു വടിയില്ല, നല്ല ഇനി ഇരുമ്പിൻ്റെ ഉണ്ടായി തോന്നറിയില്ല, അതിനെ കൊണ്ട് അടിച്ചു. ഒന്ന് തിരിയുന്നില്ല, ഇരുട്ടാണ്ടേ നല്ല അടി അടിച്ചു. മാടായിക്കടുത്തെ വാടിക്കൽ എന്ന സ്ഥലത്ത് വച്ചായിരുന്നു മർദ്ദനം. വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. 4 പേരാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശിയായ ലിജോ ജോൺ മാടായിയിലാണ് താമസം. DYFI മാടായി സൗത്ത് മേഖലാ പ്രസിഡന്റ് കൂടിയാണ് ഇയാൾ. ഒളിവിൽ പോയ ലിജോയെ കണ്ടെത്താൻ പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.